ഈ യോഗത്തിൽ എന്താണ് ജോസിന്റെ അടുത്ത് പേരെടുത്ത് പറയാൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നത്? എന്താണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്? എന്താണ് ജോസിന്റെ ഈ വിശദീകരണ യോഗത്തിൽ ജോസിന്റെ അടുത്തെ കുറിച്ചാണോ പറഞ്ഞിരുന്നത് അതോ എന്നാണ് പറഞ്ഞവര്? എന്താണെന്ന് പറഞ്ഞത് ഞാനത് കേട്ടില്ലല്ലോ. എന്നോട് ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞതാണ്. വളരെ മോശമായിട്ട് ഒരു പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ച് പറയാൻ വയ്യാത്ത വാക്കുകളാണ് ഉപയോഗിച്ചത്. അങ്ങനെയാണ് അവിടെ പൊതുയോഗത്തിൽ സംസാരിച്ചത്. നാട്ടുകാർക്ക് തന്നെ വളരെ പ്രയാസം ഉണ്ടായതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് യാഥാർത്ഥ്യം. അല്ല, ഞാനത് KPCC കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ്. KPCC ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായി എല്ലാ കാര്യങ്ങളും ബാങ്കിൻ്റെ കാര്യം മറ്റൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. KPCCയുടെ ആളുകൾ പോയിട്ടാണ് ആ പ്രശ്നങ്ങളോട് സംസാരിച്ചതും ആ ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചതും അവർ ഏറ്റെടുത്തിട്ടുണ്ട് ആ കാര്യങ്ങൾ. ഇന്ന് അവർ സംസാരിച്ചതിനകത്ത് കോൺഗ്രസ് വിശ്വാസവഞ്ചന കാണിച്ചു, എഗ്രിമെന്റ്, അതായത് കരാർ ഒപ്പിട്ടു സിദ്ദിഖ് MLA നേതൃത്വത്തിൽ. പക്ഷേ ആ എഗ്രിമെന്റ് പാലിച്ചില്ല, അങ്ങനെ വിശ്വാസവഞ്ചന കാണിച്ചു എന്നാണ് അവർ പത്മജ പറയുന്നത്, മരുമകൾ. ഞാൻ അതിനെപ്പറ്റി ഒരഭിപ്രായം പറയാൻ ആളല്ല. കാരണം ഞാൻ തുടക്കം മുതലേ അല്ല ഇടപെട്ടിട്ടില്ല. ഞാൻ അതിലൊരു കക്ഷിയായിപ്പോയി. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അറിയാത്തൊരു കാര്യത്തിൽ എൻ്റെ പേര് അവനെ എഴുതി വെച്ചു. അപ്പം ഞാൻ എന്നെ വിചാരിച്ചു എന്നെ സഹായിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ എല്ലാവരും സഹായിക്കാം, പക്ഷേ എനിക്ക് വേണ്ട സഹായിക്കാൻ വേണ്ടിയിട്ട് ആകെ ഇതേ ഉള്ളൂ. സഹായിക്കാൻ വീടുമില്ല, പറമ്പുമില്ല, ഒന്നുമില്ല. സഹായിക്കാനുള്ള സാധനം ഇതേ ഉള്ള ആവശ്യം. അപ്പം ബാക്കി ഈ സംഭവത്തിൽ ഇപ്പോൾ നിലവിൽ അന്വേഷണ കമ്മീഷൻ നിയമിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൽ KPCC വെക്കുമെന്ന് പറഞ്ഞു. അല്ല, വെക്കോ തീരുമാനമായോ? കൊടുക്കാവോ? പറഞ്ഞു KPCC വെപ്പിക്കാൻ ഞാൻ 15-ാം തീയതി ഞാൻ പറഞ്ഞല്ലോ. KPCC യോഗത്തിൽ ഞാൻ ആവശ്യം ഉന്നയിക്കും. ഇവർ കമ്മീഷൻ അല്ലല്ലോ. അല്ലല്ല, ഇവർ കമ്മീഷൻ ആയിട്ടല്ല. അത് ഉന്നയിക്കുമെന്നല്ലേ? ഞാൻ 15-ാം തീയതി യോഗമുണ്ട്, KPCC യോഗമുണ്ട്. ഞാൻ പ്രശ്നങ്ങൾ പറയും. ഒരു സമിതിയെ വെച്ചുകൊണ്ട് അന്വേഷിച്ച് ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യം എന്താണെന്ന് പറയണം. അത് നമുക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടൊരു പാർട്ടി എന്ന നിലയ്ക്ക് നമ്മളിന്നത്തെ വലിയൊരു അപരാധം കോൺഗ്രസ് ചെയ്ത മാതിരിയാണ് ഇപ്പം എല്ലാവരും കരുതുന്നത്. സത്യത്തിൽ കോൺഗ്രസ്സുകാരൻ ഈ കാര്യത്തിൽ ചിലരൊക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ചില പൊടിക്കൈകളൊക്കെ ചിലപ്പോൾ പ്രവർത്തിച്ചിട്ടുണ്ടാവുമായിരിക്കാം. ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ ജോലി ഈ സംഘടനാ പ്രവർത്തനമായി മുന്നോട്ട് പോവുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും എൻ്റെ പ്രവർത്തനം. എനിക്ക് വയസ്സ് 75 പ്രായമായിട്ട് ഇയാൾ നിർത്തുന്നില്ലല്ലോ, ഇങ്ങനെ ഓടുന്നല്ലോ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ആ സംശയം എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട്. ഞാൻ ഇനി നന്നായിട്ട് ഓടും. പാർട്ടിക്ക് വേണ്ടി എൻ്റെ അവസാന ശ്വാസം വരെ ഓടാൻ ഞാൻ തയ്യാറാണ്. ഇനിയൊരു ടൈം കൂടെ തുടരാൻ പറ്റും. എങ്ങനെ DCC-യിലാണ്? അതിപ്പോൾ അവരെപ്പോഴും എപ്പോഴാണ് പോകാൻ പറഞ്ഞാൽ അന്നേരം ഞാൻ പോവുള്ളൂ. അവരിവിടെ നിൽക്കും. കാരണം ഞാനിപ്പം 12 കൊല്ലം DCC-യിൽ ഇലക്ടഡ് DC പ്രസിഡൻ്റായി വന്ന ആളാണ്. ആ ഇലക്ടഡ് DCC പ്രസിഡന്റിനെ ഇപ്പം രണ്ടാമത് 14 ആളെ, പുതിയ ആളെ 13 ആളെ വെച്ചു. എന്നെ മാത്രം പഴയ ആളെ വെച്ചു. എന്താ കാരണം എനിക്കറിയാൻ പാടില്ല. ഞാൻ ആരോട് പറഞ്ഞിട്ട് എന്നെ വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ആയിരിക്കാം KPCCക്കും ACC-ആണ് തീരുമാനിക്കുക കാര്യങ്ങളൊക്കെ. അവർ വെച്ചു. ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായിട്ട്. നിങ്ങൾക്കൊക്കെ ദിവസേന വിളിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഞാൻ പത്രക്കാരൊക്കെ നിങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ പറയണം, ഞാൻ തിരുത്താം. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു, ഞാൻ തിരുത്തും. പക്ഷേ ഏറ്റവും കൂടുതൽ വിഭാഗീയത ഉള്ള ഒരു DCC കൂടിയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ളതാണ്. കാരണം താങ്കൾ എത്ര പരിശ്രമിച്ചിട്ടും അത് പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, മരണം വരെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ പോകുന്നു. എങ്ങനെയാണ് ഇനി പരിഹരിക്കുന്നത്? അങ്ങനത്തെ ഒരു വിഭാഗീയത കോൺഗ്രസ്സിലില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക ആ കാര്യത്തിൽ. ഇവിടെ കോൺഗ്രസ്സൊക്കെ യഥാസമയം യോഗങ്ങൾ വിളിക്കുകയും ചേരുകയും ഞങ്ങൾ സംഘടനാ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പ്രവർത്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പാർട്ടിയാണിത്. പിന്നെ ആരെങ്കിലുമൊക്കെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരൊരു ഗ്രൂപ്പിൻ്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ പരിവേഷം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ DCC ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയെന്ന് പറഞ്ഞാൽ അതൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ പൊതുവായുള്ള മൊത്തമായ തീരുമാനമാണ്. ആ തീരുമാനത്തിനനുസരിച്ച് പോകുന്ന പാർട്ടി അങ്ങനെ പോകുന്നത്. ശരി.